കെ രമ MLA മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തു. AN ഷംസീറിന് വിമർശനം. CPM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ സ്പീക്കർ AN ഷംസീറിന് വിമർശനം. കെ രമ MLA മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിലായിരുന്നു വിമർശനം. കമ്മ്യൂണിസ്റ്റുകാർ പോകില്ല, സ്പീക്കർ ആയതുകൊണ്ടാകാം പോയതെന്നായിരുന്നു വിമർശനത്തോടുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. പ്രകാശ് ജാവേദ്കർ EP ജയരാജൻ കൂടിക്കാഴ്ചയ്ക്കെതിരെയും വിമർശനമുയർന്നു. EP ജയരാജൻ പ്രകാശ് ജാവേദ്കറിനെ കണ്ടതിൽ ജാഗ്രതക്കുറവുണ്ടായെന്നും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐക്കെതിരെയും രൂക്ഷ വിമർശനമുയർന്നു. ഡിവൈഎഫ്ഐ പാലിയേറ്റീവ് സംഘടനയായി തരം താഴ്ന്നു എന്നാണ് വിമർശനമുയർന്നത്. നേതാക്കൾ കരയൊപ്പിച്ച് മുണ്ടുടുത്ത് നടക്കുകയാണെന്നും ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുന്നില്ലെന്നും പ്രതിനിധികൾ വിമർശിച്ചു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കെതിരെയും വിമർശനമുയർന്നു. ജില്ലയിലെ പാർട്ടി ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചു. ഭരണഘടനാ സംരക്ഷണ സമിതി ന്യൂനപക്ഷങ്ങളെ പ്രീതിപ്പെടുത്താനാണ്. പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സും ഏക സിവിൽ കോഡ് റാലിയും ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്നും സമ്മേളനത്തിൽ വിമർശനമുയർന്നു. തദ്ദേശ വകുപ്പ് മന്ത്രിക്കെതിരെയും വിമർശനമുണ്ടായി. കെട്ടിട നികുതി വർധനവ് ജനവിരുദ്ധമായി എന്നായിരുന്നു വിമർശനം. വടകരയിൽ നടക്കുന്ന CPM കോഴിക്കോട് ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. നിലവിലെ സെക്രട്ടറി P മോഹൻ സ്ഥാനമൊഴിയുന്ന സാഹചര്യത്തിൽ പുതിയ ജില്ലാ സെക്രട്ടറിയായി M മെഹബൂബിനെ തെരഞ്ഞെടുത്തു. നിലവിൽ കൺസ്യൂമർ ഫെഡ് ചെയർമാനാണ്. കോഴിക്കോട് ജില്ലാ ബാങ്ക് പ്രസിഡന്റായും ഡിവൈഎഫ്ഐ ജില്ലാ ഭാരവാഹിയായും പ്രവർത്തിച്ചിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് M മെഹബൂബിന്റെ പേര് നിർദ്ദേശിച്ചത്. സെക്രട്ടേറിയറ്റ് തീരുമാനം സമ്മേളനം ഏകകണ്ഠമായി അംഗീകരിക്കുകയായിരുന്നു. 47 അംഗ ജില്ലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. പഴയ കമ്മിറ്റിയിൽ നിന്ന് 11 പേരെ ഒഴിവാക്കി, 13 പേരെ പുതിയതായി ഉൾപ്പെടുത്തി.